ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. അതും പൈനാപ്പിളും കോക്കനട്ടും വെച്ചുകൊണ്ടുള്ള നല്ല അടിപൊളി സ്വീറ്റ്. ഈസി ഉണ്ടാക്കാൻ പറ്റിയൊരു സ്വീറ്റാണ്. ഫസ്റ്റ് ഇതുണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് മെയിനായിട്ട് പൈനാപ്പിളും കോക്കനട്ടും അതുപോലെ ഷുഗർ, ഇതാണ് വേണ്ടത്. അതിന് ശേഷം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ കണ്ടിട്ട്. ഫസ്റ്റ് സ്റ്റൗ ഓണാക്കി ഇതുപോലെ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 250 ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പഞ്ചസാര നല്ലോണം ഒന്ന് അരിഞ്ഞ് കിട്ടണം. പിന്നെ ഞാനിവിടെ പൈനാപ്പിൾ ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പൊടിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര നല്ലോണം മെൽട്ടായതിന് ശേഷം നമുക്ക് ഈ പൈനാപ്പിൾ ഇതിൽ ഇട്ട് കൊടുക്കണം. ആ പഞ്ചസാര ആ പൈനാപ്പിൾ പിടിക്കണം കേട്ടോ നല്ലോണം. നല്ല സ്വീറ്റ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു പുളിപ്പ് രസം വരും. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഇതൊരു നൂൽപ്പരം ആവുന്നവരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതിന് ശേഷമേ നമ്മൾ കോക്കനട്ട് ചേർത്ത് കൊടുക്കുള്ളൂ. ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പം നല്ലോണം ആ പഞ്ചസാരയൊക്കെ പൈനാപ്പിൾ പിടിച്ച് പൈനാപ്പിളും നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല ആ നൂൽ പരുവത്തിൽ വന്നിട്ടുണ്ട്. അത് കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ അറിയും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇതുപോലെ ചിരകിയിട്ടൊന്ന് മിക്സിയിൽ നിന്ന് ഒതുക്കിയാൽ എല്ലാം ഒരേ സൈസിൽ കിട്ടും കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് പാത്രത്തിൽ നിന്നൊന്ന് വിട്ട് വരുന്നവരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ ബാദാം ഒരു 20 ഗ്രാം ബാദാം എടുക്കും. അത് ഇതുപോലെ പൊടിയായി അരിഞ്ഞതും കൂടി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നവരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പം നല്ലോണം പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ ഓയിൽ തടവിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് സെറ്റാക്കി എടുക്കാം. ഇല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലായാലും മതിയാവും. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് നല്ലോണം പരത്തി കൊടുക്കണം. അതുപോലെ ചൂടാറുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ സ്ലൈസ് ആക്കിയിട്ട് വെട്ടിയിട്ട് വെക്കുകയും വേണം കേട്ടോ. വെക്കാൻ ഈസി ആയിട്ട് കഴിയുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കോക്കനട്ട് സ്വീറ്റ് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരു പുതിയൊരു വീഡിയോയിലോട്ട് കാണാം നമുക്ക്.